കോട്ടയ്ക്കലിലെ അസം സ്വദേശിയുടെ മരണം കൊലപാതകമെന്ന് കണ്ടെത്തി. ഇതേ തുടർന്ന് സുഹൃത്തുക്കളായ 4 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പിടിയിലായത് കോട്ടയ്ക്കൽ തിരൂരങ്ങാടി കേന്ദ്രീകരിച്ച മയക്കുമരുന്ന് പെൺവാണിഭ സംഘങ്ങളെന്ന് പോലീസ്. അസം സ്വദേശിയായ ഹബീൽ ഹുസൈനാണ് കൊല്ലപ്പെട്ടത്. കോട്ടയ്ക്കൽ വ്യാപാര ഭവനിൽ ആളൊഴിഞ്ഞ ഗ്രൗണ്ടിലായിരുന്നു മൃതദേഹം കണ്ടത്. ലഹരിമരുന്ന് സംഘമാണ് പിടിയിലായവർ. കഞ്ചാവ് വിൽപ്പനയിലെ പണം സംബന്ധിച്ച തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് വ്യക്തമാക്കി. ഇന്ന് പുലർച്ചെ വ്യത്യസ്ത ഇടങ്ങളിൽ നിന്നുമാണ് പ്രതികളെ പിടികൂടിയത്. അതേസമയം ഹബീൽ ഹുസൈൻ്റെത് കൊലപാതകമാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തെളിഞ്ഞിരുന്നുവെന്ന് മലപ്പുറം ഡിവൈഎസ്പി കെ എം ബിജു വ്യക്തമാക്കി. ആസാം സ്വദേശിയായിട്ടുള്ള ഒരു അന്യസംസ്ഥാന തൊഴിലാളി മരിച്ച് സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് അന്വേഷണത്തിന് കൊലപാതകമാണെന്ന് തെളിയുകയും നമുക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ഇത് കൊലപാതകമാണെന്ന് വ്യക്തമായത്. പ്രാരംഭഘട്ടത്തിൽ ഈ ആളെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. തുടർന്ന് നമ്മൾ പത്രത്തിലും മറ്റും പരസ്യം കൊടുത്ത് ഇതിന്റെ ബന്ധുക്കള് അന്വേഷിച്ചു വരികയും അവരുടെ ഇവൻ ഏകദേശം 8 വർഷത്തോളമായിട്ട് കോട്ടയ്ക്കലും പരിസരത്തുമായിട്ടുള്ള വാടക വീടുകളിൽ താമസിച്ചു വരികയായിട്ടും മനസ്സിലായിട്ടുള്ളതാണ്. ഇതിന് കാരണമായത് ഈ ലഹരി സംഘങ്ങളുടെ പ്രശ്നങ്ങളാണെന്നുള്ളത് മനസ്സിലായി. നമ്മൾ ഒരാഴ്ചയായിട്ട് ഇതിന്റെ അന്വേഷണത്തിലായിരുന്നു. ഒടുവിലാണ് അതിന് മുഖ്യ പ്രതിയായിട്ടുള്ള നസ്രുദ്ദീൻ എന്ന് പറഞ്ഞ ആള് തിരുവങ്ങാടി സ്റ്റേഷൻ ലിമിറ്റിലെ റൗഡി ഷീറ്റിലുള്ള റൗഡി ആയിട്ടുള്ള ആളാണ് എന്ന് മനസ്സിലാവുകയും അവരും ഒപ്പമുള്ള 2 പേരും ചേർന്നിട്ടാണ് ഈ കൊലപാതകം നടത്തിയതെന്ന് മനസ്സിലാവുകയും ചെയ്യുകയും ഇന്ന് രാവിലെയോടെ ഇവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണ്. ഇവർക്ക് തലയ്ക്ക് ഗുരുതരമായിട്ടുള്ള പരിക്ക് ഏറ്റിട്ടുണ്ട്. അതിന്റെ ആഘാതത്തിലാണ് മരണപ്പെട്ടുള്ളത്. ബാക്കി നടപടികൾ ചെയ്തു വരുന്നു. ഇതിന് കോടതിയിൽ ഹാജരാക്കണം. പ്രതികളെ നമ്മള് ഇവരുടെ മൊബൈൽ കേന്ദ്രീകരിച്ചും അതുപോലെ CCTV നിർദ്ദേശങ്ങളും അതിന്റെ ദൃശ്യങ്ങളെല്ലാം നോക്കി നമ്മൾ പ്രതികൾക്ക് മനസ്സിലായിട്ടുള്ളതാണ്. അവര് വളരെ ആസൂത്രണം ചെയ്തിട്ടാണ് ഈ മരിച്ച ആളെ വണ്ടിയിൽ വലിച്ചു കയറ്റി കൊണ്ടുവന്നിട്ടാണ് ഇവിടെ വെച്ചിട്ട് ഈ കൃത്യം ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പോ ഇതിനോടൊപ്പം ഉണ്ടായിരുന്നുള്ള 3 പേരും ഇതിനെല്ലാം പിന്നില് ഉണ്ടായിട്ടുള്ള ഒരു സുഹൈബ് എന്ന് പറഞ്ഞ ആളുണ്ട്. അവനും ഈ ലഹരി കടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ്. അവന് വേണ്ടിയിട്ടാണ് ഈ കൃത്യം ചെയ്തതെന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. 4 പേരെ മൊത്തം നമ്മൾ അറസ്റ്റ് ചെയ്യണം. ലഹരി ഇടപാടുമായിട്ടുള്ളതാണ്. ഇതില് ഇവർക്ക് ഈ മരിച്ച ആൾക്ക് കുറച്ച് കഞ്ചാവ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെ പറ്റിയിട്ട് അത് വിൽപ്പന നടത്തിയതായിട്ട് ബന്ധപ്പെട്ടുള്ള തർക്കമാണ് മരണത്തിലേക്ക് കലാശിച്ചത്. അവര് വടികൊണ്ട് അടിച്ചിട്ട് തലക്ക് വടികൊണ്ട് അടിച്ചിട്ട് കൊന്നതാണ്. മരിച്ച ആൾ ലഹരി ഉപയോഗിക്കുന്ന ആളാണ്. അവരും വിൽപ്പനക്കാരനാണ്. ഈ സംഘങ്ങളിൽ പെട്ട ആൾ തന്നെയാണ്. ലഹരി സംഘങ്ങളിലേക്ക് എത്താനുള്ളൊരു ഓപ്പണിംഗ് ആയിട്ട് കേസ് മാറുന്നുണ്ടോ ജില്ലയില്? അല്ല, നമ്മള് ഈ കുറെ കാലമായിട്ട് നമ്മള് ലഹരിയുടെ അതിന്റെ കടത്തുകാരെയും ഒക്കെ നിരീക്ഷിച്ചു വരുന്നതാണ്. ഈ D100 ബന്ധപ്പെട്ടുള്ള ശക്തമായ നിരീക്ഷണം നടക്കുന്നുണ്ട്. വടികൊണ്ട് തലക്കടിച്ചായിരുന്നു കൊലപാതകം. കൊല്ലപ്പെട്ട ഹബീൽ ഹുസൈൻ ലഹരി വിൽപ്പന സംഘത്തിൽപ്പെട്ട ആളാണെന്നും പോലീസ് പറഞ്ഞു. M5 ന്യൂസ്, മലപ്പുറം.